ദിവ്യമന്നായുടെ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. 2020 നവംബർ മാസം 22 തീയതി ഞായറാഴ്ച. അറിയിപ്പുകളുടെ കാലത്തിലേക്ക് സഭ പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞയാഴ്ച സഖരിയാവിനുണ്ടായ അറിയിപ്പാണ് നാം ധ്യാനിച്ചത്. ഇന്ന് മറിയയ്ക്ക് ലഭിച്ചതായ അറിയിപ്പാണ് നമ്മുടെ പ്രധാന ചിന്താവിഷയം. ഒന്നാം പാഠഭാഗം സഖരിയ പ്രവചനം 2-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാകുന്നു. ബാബിലോണിയ പ്രവാസത്തിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങിവന്ന യഹൂദ ജനത്തോട് ദൈവത്തിൽ ആശ്രയിക്കുവാനും ബാബിലോണിയർ നശിപ്പിച്ച ദേവാലയം പുതുക്കിപ്പണിയുവാനും ആഹ്വാനം ചെയ്യുന്നു. ദൈവപുത്രന്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ദർശനമാണ് 2-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ. വീണ്ടും വരുന്ന ദൈവത്തിനു വേണ്ടി ഒരുക്കമുള്ളവരും ദുഷ്ടപ്രലോഭനങ്ങളിൽ വീണുപോകാത്തവരുമായിരിക്കാൻ സഖരിയാവ് ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. 2-ാം പാഠഭാഗം 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാകുന്നു. ഈ ലോകം തിന്മയാണെന്നും ആത്മീയ ലോകം മാത്രമാണ് നന്മയുള്ളതെന്നും പഠിപ്പിച്ചിരുന്ന ജ്ഞാനമതത്തിന്റെ ദുരുപദേശങ്ങളിൽ വീഴാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ധൈര്യപ്പെടുത്തി ദൈവസൃഷ്ടിയായ ലോകത്തിലെ തങ്ങളുടെ ധർമ്മത്തെ ഓർമ്മപ്പെടുത്തുകയാണ് യോഹന്നാൻ തന്റെ ലേഖനങ്ങളിലൂടെ. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത് എന്ന് വാക്യം 7 രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പകയും വിദ്വേഷവും ലോകത്തിന്റെ അടയാളങ്ങളാണെന്നും സ്നേഹമാണ് സഭയുടെ അടയാളമെന്നും യോഹന്നാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിച്ചതുപോലെ നാമും തമ്മിൽ സ്നേഹിക്കുക എന്നതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം. വാക്യം 11 യോഹന്നാൻ ഓർപ്പിക്കുന്നു. സ്ലീഹാഭാഗം പൗലോസ് സ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാകുന്നു. എഫെസസിലുള്ള വിശുദ്ധന്മാരെ വിശ്വാസത്തിലും ഐക്യതയിലും ഉറപ്പിക്കുന്നതിനാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനം ക്രിസ്തു ആയിരുന്നുവെന്നും അവൻ ലോക സൃഷ്ടിയിൽ ദൈവത്തെ സഹായിച്ചു എന്നും പൗലോസ് പറയുന്നു. ക്രിസ്തുയേശുവിലൂടെയുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നാം വിശുദ്ധിയും കൃപയും നിറഞ്ഞവരായി ഈ ലോകത്തിൽ ജീവിക്കണം എന്ന് പ്രത്യേകം പൗലോസ് പ്രസ്താവിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാകുന്നു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു എന്നുള്ളതിന്റെ വിവരണമാണ്. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളോട് ദൈവത്തിന്റെ സദ്വാർത്ത അറിയിക്കുന്നു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിക്കുകയും ആശ്ചര്യപ്പെടുകയും എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് ദൈവത്തോട് സംശയം ചോദിക്കുകയും ചെയ്യുന്നു. അവളുടെ പരിഭ്രമത്തിന് ദൈവദൂതൻ നൽകുന്ന മറുപടി അവളെ ധൈര്യപ്പെടുത്തുകയും ദൈവപുത്രന്റെ ജനനത്തിനു വേണ്ടി അവളെ തയ്യാറെടുക്കുകയും ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു. എല്ലാ കാലത്തും ദൈവിക ദൗത്യങ്ങൾ നിറവേറ്റുവാൻ മനുഷ്യ പങ്കാളിത്തം ദൈവം ആവശ്യപ്പെടുന്നു. ലോകത്തോടുള്ള ദൈവത്തിന്റെ അറിയിപ്പിനെ കേൾക്കുവാനും സ്വീകരിപ്പാനും മറിയയുടെ പ്രതികരണങ്ങൾ നമുക്ക് പാഠങ്ങളാണ്. മറിയാമിന്റെ പ്രതികരണങ്ങളിലൂടെ രൂപപ്പെട്ട ജീവിത പാഠങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറിയാമിന്റെ ജീവിതം തന്നെ
വിശ്വാസ ജീവിതത്തിന് ഏറെ വെല്ലുവിളികൾ നൽകുന്നതായ പാഠങ്ങളാണ്. മറിയാമിന്റെ ജീവിതത്തിലെ ആദ്യ പ്രത്യേകത ലൈഫ് ഓഫ് പ്രിപ്പയർഡ്നെസ് എന്നുള്ളതാണ്. ഒരുക്കമുള്ള ജീവിതത്തിന്റെ ഉടമ. ജോസേഫൂസ് എന്ന ചരിത്രകാരൻ ഈ കാലഘട്ടത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് മശിഹായുടെ ജനനത്തിനു വേണ്ടി അനേക സ്ത്രീകൾ ഒരുങ്ങിയിരുന്ന കാലം എന്നാണ്. മറിയ ഒരിക്കലും ചിന്തിച്ചില്ല മശിഹ തന്നിൽ ജാതനാകും, തന്നിലൂടെ ലോകത്തിന് ഒരു രക്ഷകനെ ലഭിക്കും എന്നുള്ളതായ സത്യം. എന്നാൽ ദൈവ പ്രവർത്തനത്തിനായി അവൾ ഒരുങ്ങി. ഒന്നുമില്ലാതിരുന്ന മറിയം ദൈവ പ്രവർത്തനത്തിനായി ഒരുങ്ങി തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവപുത്രന്റെ പിറവി സാധ്യമായി. It is not your ability that matters to God, but it is your availability that matters. നമുക്ക് ദൈവത്തിനു വേണ്ടി നമ്മെ ഒരുക്കുവാനും വിട്ടുകൊടുക്കുവാനും ദൈവിക പദ്ധതികളിൽ പങ്കുചേരുവാനും സാധ്യമാകുമോ എന്നുള്ളതായ ചോദ്യം. ഇതാകുന്നു തന്റെ ദൈവിക സമയം എന്ന് തിരിച്ചറിഞ്ഞതായ മറിയം ധ്യാനത്തിലൂടെ, ജ്ഞാനത്തിലൂടെ, പരിശുദ്ധാത്മാവിന്റെ ദൈവകൃപ പ്രാപിച്ച് ദൈവിക നിയോഗങ്ങളെ ഏറ്റെടുക്കുവാൻ സന്നദ്ധയാവുന്നു. ഇതാ ഞാൻ എന്ന മറിയയുടെ സമർപ്പണം ദൈവത്തിനോടുള്ള അവളുടെ അർപ്പണമായി, ലോകത്തിൽ അവളുടെ സമർപ്പണമായി, സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള അവളുടെ ധൈര്യമായി നമുക്ക് വിലയിരുത്താം. ദൈവവിളി കാലാകാലങ്ങളിൽ മനുഷ്യന് നൽകുമ്പോൾ, പ്രത്യേകിച്ച് കോവിഡിന്റെ ഈ കാലത്ത് രോഗാതുരമായ ജനത്തോടുള്ള നമ്മുടെ സമർപ്പണം, നിരാശയിലായിരിക്കുന്ന സമൂഹങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം, നല്ല നേതൃത്വത്തിനു വേണ്ടിയുള്ള ജനത്തിന്റെ ആവശ്യം, ഇതൊക്കെയും ഒരുക്കമുള്ള ഒരു ജനത്തെ സൃഷ്ടിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, ദൈവഹിതം നിറവേറ്റുന്നതിന് ഉള്ള ജീവിതം, ലൈഫ് ടു ഒബേ ദ വിൽ ഓഫ് ഗോഡ്. മറിയയുടെ മഹത്വത്തിനും ഭാഗ്യത്തിനും നിദാനം ദൈവഹിതം തിരിച്ചറിയുന്ന അവളുടെ വിശ്വാസം മാത്രമാണ്. ഏത് പ്രതിസന്ധിയിലും ആശ്രയിക്കാവുന്നതായ വിശ്വാസം, അസാധ്യതകളിൽ സാധ്യത കണ്ടെത്തുന്നതായ വിശ്വാസത്തിന്റെ ധാര മറിയയിലെ സ്ത്രീത്വത്തെ, മാതൃത്വത്തെ പ്രോജ്വലിപ്പിച്ചു. ദൈവമാതാവായി അവൾ രൂപാന്തരപ്പെട്ടു. ദൂതന്റെ അരുളപ്പാട് സ്വീകരിച്ചാൽ അപകടങ്ങളാണ് മുൻപോട്ട്. പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുക, നിശ്ചയിച്ച വിവാഹം മുടങ്ങുക എന്ന സാധ്യതകളിലേക്കാണ് അത് അവളെ കൊണ്ടെത്തിക്കുക. സ്വന്തം പ്രതിസന്ധികളെ മാറ്റിവെച്ച് ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ സ്വന്തം ജീവിതം മാറ്റിവെച്ചതായ ഈ ആത്മീയ ധൈര്യമാണ് മറിയത്തെ ശ്രേഷ്ഠ വനിതയാക്കി മാറ്റുന്നത്. സ്വന്ത താൽപര്യങ്ങളെ മാറ്റി ദൈവഹിതം തിരഞ്ഞെടുക്കുന്നതായ വ്യക്തികളുടെ, സംഘങ്ങളുടെ ചരിത്ര വിവരണമാണ് ദൈവവചനം നമുക്ക് നൽകുന്നത്. അബ്രഹാമിന്റെയും ലോത്തിന്റെയും ജീവിതത്തിലുള്ള തിരഞ്ഞെടുപ്പുകളിൽ അബ്രഹാം നൽകിയതായ തിരഞ്ഞെടുപ്പ് ദൈവഹിതത്തിന്റെ തിരഞ്ഞെടുപ്പായിരുന്നു. തീവ്രമായ വേദന, അപമാനം ദൈവരാജ്യത്തിനു വേണ്ടി മറിയ ഏറ്റെടുക്കുന്നു. തന്റെ പ്രവർത്തനത്തിനായി ഇന്നും എന്നും വിശ്വാസ സമൂഹത്തെ നോക്കുന്ന ദൈവം കാണ്ടമ്മ വർഗീസിലൂടെ, സാധു കൊച്ചുകുഞ്ഞുപദേശിയിലൂടെ തുടരേണ്ടുന്നതായ ഈ ദൈവഹിതത്തിന്റെ സ്വീകാര്യത ഈ തലമുറയിലൂടെ തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായി, ദാസ്യ ശുശ്രൂഷയ്ക്കായിട്ടുള്ള ജീവിതം, ലൈഫ് ആസ് എ സെർവന്റ് ഫോർ ഗോഡ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, വിമൻ ഓഫ് ഫെയ്ത്ത്,
with a willingness to do anything for God. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തും ആയിത്തീരുവാനുള്ള സമർപ്പണം മറിയയിൽ ഇവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. സ്ലേവ്, അടിമ എന്ന മൂലപദമാണ് ദാസി എന്നതിനു വേണ്ടി തിരുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം. ദൈവഹിതത്തിനു വേണ്ടി തന്നെ വിധേയപ്പെടുത്തുന്നതായ വലിയ ശുശ്രൂഷകളിലേക്കുള്ള ഇറങ്ങിപ്പോക്ക് ദൈവം ഈ കാലത്തും തൻ്റെ ദാസ്യ ശുശ്രൂഷയ്ക്കു വേണ്ടി ജനത്തെ വിളിക്കുകയാണ്. അവനുവേണ്ടി എവിടെയും എങ്ങനെയും തൻ്റെ സത്യ സാക്ഷ്യത്തിൽ ജീവിപ്പാൻ ദൈവം ജനത്തെ വിളിക്കുന്നു. രോഗാതുരമായ നമ്മുടെ ലോകത്ത് പ്രതീക്ഷകൾ നിരാശകളിലേക്ക് വഴിമാറുന്നതായ നമ്മുടെ കാലത്ത് ദൈവത്തിനു വേണ്ടി എവിടെയും എന്തുമായി തീരുവാനുള്ള നിയോഗം സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. കഠിനതരങ്ങളായ കനൽ വഴികളിൽ മറിയെപ്പോലെ യാത്ര ചെയ്യുവാൻ സമർപ്പണവും ധൈര്യവും പ്രത്യാശയുമുള്ളവരായി ക്രിസ്തു ദൗത്യത്തിൽ പങ്കുചേരുവാൻ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. ഈ അറിയിപ്പുകളുടെ നാളുകൾ ദൈവിക ആലോചനകളെ ഹൃദയത്തോടെ ചേർത്ത് സ്വീകരിക്കുന്നവരും ദാസ്യ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവ വഴികളിൽ പങ്കുചേർക്കുന്നവരും ആയി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും നന്മകൾ. ആമേൻ.